നമസ്കാരം. രാഹുലിനിത് രാഹുകാലമാണെന്ന് തോന്നുന്നു. പറയാതെ തരമില്ല കേട്ടോ. ഒരു പോസ്റ്റ് കൊണ്ട് കിട്ടാവുന്നതിൻ്റെ പരമാവധി തെറി വാങ്ങിക്കൂട്ടുകയാണ് ഇപ്പോൾ മാങ്കൂട്ടം. തന്തേ പറയുമ്പോൾ കുറച്ചുകൂടി കരുതൽ വേണ്ടേ എന്നുള്ള ചോദ്യം കൂടി ചോദിക്കേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ അനുഭവിക്കുക തന്നെ രാഹുൽ. പത്മജ BJP ആയി കഴിഞ്ഞതോടെ രാഷ്ട്രീയ കവചം തീർത്തു കഴിഞ്ഞിരിക്കുകയാണ് BJP നേതാക്കൾ ഇപ്പോൾ പത്മജ വേണുഗോപാലിന്. അതുകൊണ്ട് തന്നെ അവരെ ഇനി പഞ്ഞിക്കിടാനുള്ള നിങ്ങളുടെ മോഹം നടക്കില്ല എന്നുകൂടി പറയട്ടെ കോൺഗ്രസ്സുകാര. ഈ BJPയിൽ അംഗത്വം എടുത്തു കഴിഞ്ഞ പത്മജ വേണുഗോപാലിനെ വഴിയിൽ തടയും പോലും എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലത്തെ ചാറ്റൽ മഴയിൽ കിളിർത്ത ഒരു മാങ്കൂട്ടമാണിത് പറയുന്നത് എന്നാണ് BJPക്കാർ പറയുന്നത്. കോൺഗ്രസ്സുകാർ മാങ്കൂട്ടം അടക്കമുള്ള യൂത്തന്മാർക്ക് പുറത്തിറങ്ങണമെങ്കിൽ കറുത്ത പർദ്ദ ഇടേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് അവർ സൂചിപ്പിക്കുന്നു. അത് ഓർത്താൽ നല്ലത് എന്നുകൂടി പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷ മര്യാദകേട് അത് മുൻ മുഖ്യമന്ത്രിക്ക് കരുണാകരൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ജനിച്ചിട്ട് പോലുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ തന്തയ്ക്ക് പിറന്നതല്ലെന്ന് പറയുമ്പോൾ അപമാനിച്ചത് ആരെയാണ്? അപമാനിച്ചത് പത്മജയുടെ മാതാപിതാക്കളെയാണ് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. മാങ്കൂട്ടത്തിൻ്റെ ഭാഷയ്ക്ക് മറുപടി പറയേണ്ടത് K. മുരളീധരനാണ്. പക്ഷെ പത്മജയുടെ രാഷ്ട്രീയത്തെ വിമർശിക്കാം. പക്ഷേ K. കരുണാകരൻ്റെ മകൾ മറ്റാർക്കോ പിറന്നതാണ് എന്ന് പറയുന്നത് എത്ര നീചമാണ് രാഹുൽ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് രാഹുൽ മാപ്പ് പറയണം. ഇത് രാഷ്ട്രീയ മര്യാദയല്ല എന്നുകൂടി മനസ്സിലാക്കുക. അപമാനിക്കലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഷയിൽ ഇനി എത്ര പേർ ആ കൂട്ടത്തിലുണ്ട് എന്ന് എണ്ണേണ്ടി വരും. സമീപ ദിവസങ്ങളിൽ BJPയെ സമീപിച്ച കോൺഗ്രസ്സുകാരുടെ എണ്ണം അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ലിസ്റ്റ് കേട്ടാൽ ചിലപ്പോൾ മാങ്കൂട്ടത്തിന് ബോധം കെടുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് BJP നേതാവ് ഗോപാലകൃഷ്ണനും പറയുന്നു. സാക്ഷാൽ K. മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വരാൻ അവസരം കാത്തു കഴിയുകയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ തന്നെ മാങ്കൂട്ടം കൂടി എത്തിയാൽ കോൺഗ്രസിലെ മുഴുവൻ ഗ്രൂപ്പ് പ്രതിനിധികളും BJPയിൽ എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ BJPയിലേക്ക് എത്തപ്പെടുന്ന പത്മജ വേണുഗോപാലിനെ കുറിച്ച് പത്മജയെ തടയുമെന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനാകരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുകയാണ്. മാങ്കൂട്ടത്തിന് കേരളത്തിൽ ഇറങ്ങി നടക്കണമെന്ന ആഗ്രഹമില്ലേ എന്നും വല്ലാതെ പറഞ്ഞാൽ ഈ പത്തനംതിട്ടയിൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിൽ കയറണമെങ്കിൽ BJPക്കാരുടെ അനുമതി വേണ്ടി വരുമെന്ന് കൂടി BJPക്കാർ പറയുകയാണ്. ഗോപാലകൃഷ്ണൻ്റെ വാക്കുകൾ. ആർക്കോ വേണ്ടി വല്ലാതെ തിളയ്ക്കുന്ന സാപ്പാറ് പോലെ മാങ്കൂട്ടം സംസാരിക്കുന്നത് ശരിയല്ല. ചെറുപ്പമാണ്, ഭാവി കളയരുത്. ഇതുപദേശമല്ല, ഒരു മുന്നറിയിപ്പാണ് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് ഇത് കേൾക്കാനൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സൂക്ഷിക്കുക. സുരക്ഷിതനായി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ കയ്യും കാലും വെട്ടുന്നതിനോ അവരുടെ തടസ്സവാദം ഉന്നയിക്കുന്നതിനോ അവരെ വഴി തടയുന്നതിനോ പകരം സ്വയം മാറി ചിന്തിക്കുന്നതാണ് രാഹുലിന് നല്ലത്. ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിത്വം, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, അനിഷേധ്യനായ അധ്യക്ഷൻ ചിലപ്പോൾ വഴിയിൽ കിടന്ന് ഈ പറയുന്ന BJPക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതൊക്കെ മേടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ പറച്ചിലുകളൊക്കെ മാറ്റിവെക്കുക. ഏതൊരാൾക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കേറാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. നാളെ ചിലപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലപ്പോൾ ഈ BJPയിലേക്ക് പോകില്ല എന്ന് ആര് കണ്ടു? ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ കരുത്തൊക്കെ നാളെ നിങ്ങൾക്കുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും സംശയമല്ലേ? ഒരു പ്രസ്ഥാനം വളർന്ന് പന്തലിക്കുകയും അതതിൻ്റെ ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് BJP കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കടന്നുപോക്ക് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്നത് വലിയ വീഴ്ചകളാണ്. ഒരു നേട്ടവും കൊയ്യാൻ കഴിയാതെ കഴിഞ്ഞ 3 ഇലക്ഷനുകളിൽ, ലോക്സഭാ ഇലക്ഷനുകളിൽ ഒരു നേട്ടവും കൊയ്യാൻ കഴിയാതായി പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചു കഴിഞ്ഞു. അങ്ങനെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു തിരിവിളക്കായി തീരുന്നു. ഇവിടെ കൂടിക്കഴിഞ്ഞാൽ അത് അണഞ്ഞ വിളക്കായി, കരിമ്പിളക്കായി തീരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് അവസാനത്തെ ആശ്രയം കോൺഗ്രസിന് കേരളം മാത്രമാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് 20 സീറ്റുകൾക്കപ്പുറം ലഭിക്കില്ലല്ലോ. ആകെ ലഭിക്കുന്ന, കഴിഞ്ഞ വർഷം തന്നെ 2019 തന്നെ ആകെ 19 സീറ്റുകൾ നേടി 44 സീറ്റുകളാണ് മൊത്തമുണ്ടായിരുന്നത്. 444 സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയ ഒരു പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ രാഹുലിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ BJPയിലേക്ക് ചേക്കേറേണ്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല.